ഒരു 6 എന്ന് പറഞ്ഞ ലെറ്റർ ഇട്ട് കഴിഞ്ഞാൽ 2.5 ലക്ഷം രൂപ ഫൈൻ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? ട്രേഡ് മാർക്ക് എടുത്തിട്ട് നമ്മൾ TM അഥവാ രജിസ്റ്റേർഡ് ആണതിന് മുമ്പ് ഉപയോഗിക്കുന്നതാണ് TM. ഇനി അതിൽ ഞങ്ങൾ ട്രേഡ് മാർക്ക് ഒന്നും എടുത്തില്ല, ജസ്റ്റ് എല്ലാവരും കാണുന്നുണ്ട് 6 TM എന്നൊക്കെ കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ കമ്പനിയുടെ ലോഗോയുടെ മുകളിൽ 6 എന്ന് പറഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ, അതായത് ട്രേഡ് മാർക്കിന്റെ രജിസ്റ്റേർഡ് ആണെന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന 6 നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ കോർട്ട് അഥവാ എല്ലാ ഡിസ്ട്രിക്റ്റിലും കാണും കൊമേഴ്ഷ്യൽ കോർട്ട്. അവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി ഒരു പരാതി കൊടുത്ത് രജിസ്റ്റേർഡ് അല്ലാത്ത ഒരു ലോഗോയുടെ മുകളിൽ അവർ 6 എന്ന് പറഞ്ഞ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2.5 ലക്ഷം രൂപ വരെ നിങ്ങൾ പെനാൽറ്റി കെട്ടേണ്ടി വരും. ഇനി അഥവാ ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ കൊടുത്തവരാണെങ്കിൽ തന്നെ TM എന്ന് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അഥവാ 6 എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് ആയി അപ്രൂവൽ വന്നതിന് ശേഷം മാത്രമേ പറ്റുള്ളൂ. ട്രേഡ് മാർക്കിന്റെ കേസ് നമ്മൾ ഒരുപാട് പറഞ്ഞു, സിമ്പിളാണ്, കൊടുക്കാനും കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ട്രേഡ് മാർക്ക് നമുക്ക് എന്ത് ചെയ്യുക, അപ്ലിക്കേഷൻ കൊടുത്ത് TM കിട്ടി രജിസ്റ്റേർഡ് ആണവരെ 6 ഇടാതെ TM യൂസ് ചെയ്യാൻ. ട്രേഡ് മാർക്കിന് അപ്ലിക്കേഷനെ കൊടുക്കാത്ത വ്യക്തികൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. വെറുതെ കണ്ടിട്ട് വേറെ എല്ലാവരും കൊടുക്കുന്നത് കണ്ടിട്ട് 6 TM നമ്മളെ ലോഗോയുടെ കൂടെ അറ്റാച്ച് ചെയ്യരുത്, പെനാൽറ്റി കിട്ടും. കൂടുതൽ ട്രേഡ് മാർക്കിനെ കുറിച്ചിട്ട് അറിയാൻ, അല്ലെങ്കിൽ ഇവിടെ പേര് പ്രൊട്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ വേറൊരാൾ ഉപയോഗിക്കരുത്, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കുക. കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് ട്രേഡ് മാർക്കിനെ കുറിച്ച് അറിയണം, അല്ലെങ്കിൽ എന്തായി സംഭവം, ഇതൊക്കെ എന്താണ്, ഇല്ലതാണോ അല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ക്ലിയർ ആക്കി തരുന്നതായിരിക്കും.